എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വേദയെ കയ്യിലെടുത്ത് തൻ്റെ കട്ടിലിലേക്ക് കൊണ്ടെറിയുന്ന വിക്രത്തെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത്. എന്നാൽ അത്രയും ശക്തിയിൽ കൊണ്ട് ആ കട്ടിലിലേക്ക് എറിഞ്ഞത് കാരണം അവിടെ കിടന്ന് നിലവിളിച്ച് അമ്മ എന്ന് പറഞ്ഞ് കരയുകയാണ് വേദ. ഇത് കേട്ട് ദേഷ്യം വന്ന വിക്രം ഒന്ന് മിണ്ടാതിരിക്കടിയെന്ന് അവളോട് പറയുന്നു. എന്നാൽ വേദന കാരണം ഇതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ എൻ്റെ കാൽ നശിപ്പിച്ചു എന്ന് പറഞ്ഞ് വീണ്ടും ഉച്ചത്തിൽ കരയുകയാണ് വേദ. അയ്യോ അമ്മേ, വേഗം വായോ. അപ്പോൾ ഇത് കേട്ട് അങ്ങോട്ടേക്ക് എത്തുകയാണ് കമലയും ശ്രീജിയും. അങ്ങോട്ടേക്ക് എത്തിയ ശേഷം എന്തു പറ്റി മോളെ എന്ന് വേദയോട് ചോദിക്കുന്നു. അമ്മേ, ഈ വിക്രം മനഃപൂർവ്വം എൻ്റെ കാല് തല്ലിയൊടിക്കാൻ നോക്കിയെന്ന് അമ്മയോട് പറയുന്നു. ദേ ഇപ്പോൾ ചാക്കുകെട്ടുകൾ കൊണ്ടിടുന്ന പോലെയാണ് എന്നെ ഈ കട്ടിലിന് പുറത്തേക്ക് എറിഞ്ഞതെന്ന് വേദ വിഷമത്തോടെ പറയുന്നു. മാത്രമല്ല അങ്ങനെ ചെയ്തത് കാരണം ഇപ്പോൾ കട്ടിലിൽ തട്ടി ഒടിഞ്ഞെന്നാണ് തോന്നുന്നതെന്നും വേദ കൂട്ടിച്ചേർക്കുന്നു. ഇത് കേട്ട് ദേഷ്യം വന്ന കമല വിക്രത്തോട്, നീ ഒരു മനുഷ്യനാണോടാ? കാല് തല്ലിയൊടിക്കാൻ നോക്കിയത് പോരാഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണമായിരുന്നോ എന്ന് ചോദിക്കുന്നു. ഒപ്പം ശ്രീജിയും വിക്രത്തിനെ വഴക്ക് പറയുന്നുണ്ട്. അല്ലാതെ തന്നെ അതിന് കാലിന് വയ്യ, പിന്നെ വേദ ഒരു പാവമായതുകൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന് വിക്രത്തോട് ചോദിക്കുന്നു. ദേഷ്യം സഹിക്കാൻ വയ്യാതെ നിൽക്കുന്ന കമല വീണ്ടും പറയുകയാണ്, ഇവൻ എങ്ങനെ മറ്റുള്ളവരുടെ വേദന അറിയാൻ പറ്റും? ബാക്കിയുള്ളവരെ കുത്തിയും വെട്ടിയുമല്ലേ ഇവനറിയൂ. ഇത് കേട്ടിട്ട് ശ്രീചേട്ടത്തിയും ശരിവെക്കുകയാണ്. ശരിയാണ്, വിക്രം ഒരു കണ്ണിച്ചോരയില്ലാത്തവനാണ്. അങ്ങനെ വിക്രത്തിനെ അടിക്കാനായി ഒരുങ്ങുകയാണ് അമ്മ. ഇത് കണ്ടിട്ട് ശ്രീചേട്ടത്തി പറയുന്നു, അടിക്കമ്മേ, നല്ല തല്ല് കൊടുക്കണം വിക്രത്തിന്. അങ്ങനെ അവർ രണ്ടും ചേർന്ന് വിക്രത്തിനെ തല്ലുകയാണ്. അങ്ങനെ വിക്രത്തെ തല്ലി ശരിപ്പെടുത്തിയ ശേഷം അവർ രണ്ടുപേരും അവിടെ നിന്ന് കടന്നു പോകുന്നു. അപ്പോഴാണ് ഒരു കാര്യം വിക്രം മനസ്സിലാക്കുന്നത്. താൻ ഇത്രയും നേരം സ്വപ്നം കാണുകയായിരുന്നു. ആ മുറിയിലെത്തി കട്ടിലിന്മേൽ വേദയെ വെക്കുന്നതിന് മുമ്പായി താൻ ഇത്രയും നേരം കണ്ട കാര്യങ്ങളെല്ലാം വെറും സ്വപ്നം മാത്രമായിരുന്നു. കൈകളിൽ തന്നെ ഇരിക്കുന്ന വേദ അപ്പോൾ വിക്രത്തോട്, ഹലോ, എന്നെ ഇങ്ങനെ കൈകളിൽ തന്നെ വെക്കാമെന്ന് വല്ല ഉദ്ദേശവുമുണ്ടോ? വേഗം കിടത്തിക്കോ. അങ്ങനെ വളരെ സാവധാനത്തിൽ മുമ്പ് നടന്ന കാര്യങ്ങളോർത്ത് പയ്യാണ് വേദയെ കട്ടിലിൽ വെക്കുന്നത്. അങ്ങനെ കട്ടിലിൽ കിടന്ന ശേഷം വേദ വിക്രത്തോട്, ആ കൊട്ടൻ ചുക്കാതി തൈലമെടുത്ത് എൻ്റെ കാല് മസാജ് ചെയ്ത് തരാൻ വല്ല ഉദ്ദേശവുമുണ്ടോ? ഇത് കേട്ട് ദേഷ്യം വന്ന വിക്രം, നീ കൂടുതൽ അഡ്വാൻറ്റേജ് എടുക്കാൻ നോക്കണ്ട കേട്ടോ എന്നും പറഞ്ഞ് വിക്രം അവിടെ നിന്ന് കടന്നു പോകുന്നു. ഇപ്പോൾ ദർശൻ്റെ ഓഫീസിലേക്ക് വരുന്ന രാധയെയാണ് നമ്മൾ കാണുന്നത്. തനിക്ക് ചെയ്ത സഹായത്തിന് നന്ദി പറയാനായി വന്നിരിക്കുകയാണ് രാധ. അപ്പോൾ രാധ ദർശനോട്, സാർ എന്തിനാണ് ആ പണം മുഴുവനായി അടച്ചത് എന്ന് ചോദിക്കുന്നു. ഇത് കേട്ട ദർശൻ, ഞാൻ പണം അടച്ചെന്ന് ആര് പറഞ്ഞു? ആ പണം രാധ വീട്ടാനുള്ള കടമായിട്ട് കരുതിയാൽ മതിയെന്ന് ദർശൻ കൂട്ടിച്ചേർക്കുന്നു. അത്രയും പണം കയ്യിലാവുമ്പോൾ തന്നെ അറിയിച്ചാൽ മതിയെന്നും അത് ആർക്ക് കൊടുക്കണമെന്ന് അപ്പോൾ പറയാമെന്ന് ദർശൻ പറയുന്നു. ഇത് കേട്ട രാധ, തനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ, തൽക്കാലം ഓട്ടോ തിരിച്ചു കിട്ടിയില്ലേ? രാധയ്ക്ക് സന്തോഷവുമായി. ഇനി അതോടിച്ച് കടം വീട്ടുവാനുള്ള കാശുണ്ടാക്കാൻ ദർശൻ രാധയോട് പറയുന്നു. എന്നാലും ആരാണ് എനിക്ക് വേണ്ടി കാശ് മുടക്കിയതെന്നറിയാൻ രാധ ചോദിക്കുന്നു. പക്ഷേ അത് തിരിച്ചു കൊടുക്കാൻ നേരത്ത് അറിഞ്ഞാൽ പോരെയെന്നാണ് ദർശൻ്റെ മറുപടി. എന്നാൽ തനിക്ക് ഇപ്പോൾ തന്നെ അറിയണമെന്നാണ് രാധയുടെ വാദം. എന്നാലോ പണം തന്നയാൾക്ക് അത് പുറത്തു പറയാൻ താല്പര്യമില്ലെന്ന് ദർശൻ പറയുന്നു. മാത്രമല്ല, എത്രയും വേഗം കാശുണ്ടാക്കാൻ നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് രാധയെ അവിടെ നിന്ന് മടക്കുന്നു. മാത്രമല്ല, ഇറങ്ങാൻ നേരം രാധയെ വിളിച്ച്, പിന്നെ പലിശ വേണ്ട, മുതൽ മാത്രം മതിയെന്നും കൂടി പറയുന്നു. ഇത് കേട്ട രാധ ശരി എന്ന മട്ടിൽ തലയാട്ടി അവിടെ നിന്ന് മടങ്ങുന്നു. കുറച്ചു മുമ്പ് അരങ്ങേറിയ കാര്യങ്ങളെല്ലാം കാരണം വളരെ ദേഷ്യത്തിലാണ് നന്ദിനിയെടുത്തി. നേരത്തെ എല്ലാവരുമായി വന്നു കയറിയപ്പോൾ വിക്രം വേദയെ കയ്യിലെടുത്ത് നിൽക്കുന്നത് കണ്ടിട്ടാണ് നന്ദിനിയെടുത്തിക്ക് ഇത്രയും ദേഷ്യം. അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളായി മനസ്സിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഏട്ടത്തി. ഇങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ അവളെ കയ്യിലെടുത്തുകൊണ്ടിരിക്കാൻ എന്താ സിനിമാ നടനാണോ എന്നാണോ ഇവൻ്റെ വിചാരം? എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇങ്ങനെയാണെങ്കിൽ ആരുമില്ലാത്തപ്പോൾ എങ്ങനെയായിരിക്കുമെന്ന് മനസ്സിൽ പറയുന്നു. അച്ഛനെ കണ്ടിട്ട് പോലും അവർക്കൊരു കൂസലില്ലായിരുന്നല്ലോ എന്ന് ഏട്ടത്തി പറയുന്നു. മാത്രമല്ല, ഇത് ആ രാധ എങ്ങാനും അറിഞ്ഞാൽ എന്ന് പറയുന്നു. കുറച്ചു കഴിഞ്ഞ്, അല്ല, അവളെ അറിയിക്കുകയല്ലേ വേണ്ടത് എന്നും പറഞ്ഞ് രാധയെ വിളിക്കാൻ ഫോൺ എടുക്കുന്നു. ഏട്ടത്തിയുടെ കോൾ കണ്ട് എടുത്ത ശേഷം രാധ ചോദിക്കുന്നു, എന്താ ഏട്ടത്തി, ഓട്ടം പോവാൻ ഞാൻ അങ്ങോട്ട് വരണോ? അപ്പോൾ ഏട്ടത്തി, ഇങ്ങനെയാണെങ്കിൽ നീ ശരിക്കും ഓടേണ്ടി വരുമെന്ന് പറയുന്നു. ഇതൊന്നും മനസ്സിലാവാതെ രാധ, എന്താ ഏട്ടത്തി, വല്ലോ സ്കൂളിൻ്റെ ഓട്ടവും കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. മാത്രമല്ല, നീ ഇങ്ങനെ ജോലിയെക്കുറിച്ചും കാശുണ്ടാക്കുന്നതിനെ പറ്റി മാത്രം ആലോചിച്ചുകൊണ്ടിരുന്നോ? അവസാനം മണ്ണും ചാരി നിന്നവൾ ആണിനെ കൊണ്ടുപോയി എന്ന് പറഞ്ഞതുപോലെയാകും എന്ന് നന്ദിനിയെടുത്തി കൂട്ടിച്ചേർക്കുന്നു. മാത്രമല്ല, ഇവിടെ എന്താണ് നടക്കുന്നതിനെപ്പറ്റി വല്ലോ ഐഡിയയുമുണ്ടോ എന്ന് രാധയോട് ചോദിക്കുന്നു. ഞാൻ ഓൾറെഡി നിന്റെ വീട്ടിൽ വന്ന് ഒരു വാണിംഗ് തന്നതല്ലേ,
വേദ വിക്രത്തിനെ കൊണ്ട് തന്നെ പോകൂ എന്ന് ഞാൻ അന്നേ നിന്നോട് പറഞ്ഞതല്ലേ എന്ന് രാധയോട് ചോദിക്കുന്നു. ഇപ്പോൾ ആ പറഞ്ഞതുപോലെ തന്നെ ആയില്ലേ എന്ന് രാധയോട് ചോദിക്കുന്നു. മാത്രവുമല്ല, കുറച്ചു കാലം കഴിയുമ്പോൾ അവരുടെ കുഞ്ഞിൻ്റെ ആൻറ്റിയായി ഇനി നിനക്ക് ജീവിതകാലം മുഴുവൻ ജീവിക്കാമെന്ന് രാധയോട് പറയുന്നു. പക്ഷേ നന്ദിനിയേട്ടത്തി പറയുന്നതൊന്നും രാധയ്ക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ രാധയോടായിട്ട് നന്ദിനിയേട്ടത്തി പറയുകയാണ്, എടി മണ്ടി, എൻ്റെ വീട്ടിൽ ഒരു വഴിപാടുണ്ടായിരുന്നു. അതിനായി ഞങ്ങൾ വീട്ടിലുള്ള എല്ലാവരും തന്നെ പോയിരിക്കുകയായിരുന്നു. മാത്രമല്ല, തിരിച്ചു വന്നു കയറിയപ്പോൾ തങ്ങൾ എന്താണ് കണ്ടതെന്നറിയുമോ എന്ന് രാധയോട് ചോദിക്കുന്നു. എന്താണ് കണ്ടതെന്ന് രാധ ചോദിക്കുന്നു തിരിച്ച്. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് കണ്ടതെന്ന് ചുരുക്കത്തിൽ നന്ദിനിയേട്ടത്തി രാധയ്ക്ക് വിശദമായി തന്നെ പറഞ്ഞു കൊടുക്കുന്നു. ഇത് കേട്ട് ദേഷ്യം വന്നിരിക്കുകയാണ് രാധ. മാത്രമല്ല, തങ്ങളുടെ കൺമുമ്പിൽ ഇങ്ങനെ ആയിരുന്നെന്നുണ്ടെങ്കിൽ ഇന്നലെ ആരുമില്ലാതിരുന്നപ്പോൾ എങ്ങനെയായിരിക്കുമെന്ന് രാധയോട് ചോദിക്കുന്നു. അതുകൊണ്ടാണ് താൻ കുറച്ചു മുമ്പ് അങ്ങനെ സംസാരിച്ചതെന്നും മാത്രമല്ല, ഇനി കുറച്ച് നാളുകൾ കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് രാധ ഇങ്ങോട്ട് വന്നാൽ മതിയാവുമെന്ന് പറയുന്നു. ഇത് കേട്ട് ഒച്ച വയ്ക്കുകയാണ് രാധ. അപ്പോൾ നന്ദിനിയേട്ടത്തി, നീ പ്രത്യേകിച്ച് ഒന്നും തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ കണ്ടതാണ് നിന്നോട് പറഞ്ഞത്. എന്നാലും ഇതൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കാതെ നിൽക്കുകയാണ് രാധ. മാത്രമല്ല, വേദിയെ വിക്രത്തിന് ഇഷ്ടമല്ലായിരുന്നല്ലോ എന്ന് ഏട്ടത്തിയോട് ചോദിക്കുന്നു. കൂടാതെ വേറെയും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് രാധയെ ദേഷ്യം പിടിപ്പിക്കുകയാണ്. അവസാനം രാധ ആ കോൾ കട്ട് ചെയ്യുന്നു. ഇപ്പോൾ തൻ്റെ വർക്ക്ഷോപ്പിലേക്ക് മറ്റൊരു ഓട്ടോയിൽ വന്നിറങ്ങുകയാണ് വിക്രം. വന്ന ഉടനെ തന്നെ അവിടെ മുഴുവൻ പരതുകയാണ്. തൻ്റെ ഫോൺ എവിടെ പോയെന്നറിയാതെ അവിടെ മുഴുവൻ അരിച്ചു പിറക്കി അവസാനം വർക്ക്ഷോപ്പിൻ്റെ ഒരു മൂലയ്ക്കായി ഫോൺ കണ്ടുപിടിക്കുന്നു. അവിടെയുള്ള വിക്രത്തിൻ്റെ ബാക്കി കൂട്ടുകാരെല്ലാം തന്നെ അവൻ്റെ അടുത്തേക്കായി വരുന്നു. എവിടെയായിരുന്നു നീ ഇത്രയും നേരം എന്ന് അവർ ചോദിക്കുന്നു. അപ്പോൾ വിക്രം തൻ്റെ ഈ മൊബൈൽ ഇവിടെ ഉണ്ടായിട്ട് നിങ്ങൾ ഇതുവരെ ശ്രദ്ധിച്ചില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവർ, അതിന് നീ ഇവിടെ ഫോൺ വെച്ചിട്ട് പോയ കാര്യം ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് പറയുന്നു. എന്നാലും ഇതിൽ ആരെങ്കിലുമൊക്കെ വിളിച്ചപ്പോൾ നിങ്ങൾക്ക് എടുത്തുകൂടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അതിന് ഫോൺ അടിച്ചതുപോലും തങ്ങൾ ശ്രദ്ധിച്ചില്ല എന്ന് അവർ പറയുന്നു. അവർ തങ്ങൾ ചോദിച്ച ചോദ്യം വീണ്ടും ആവർത്തിക്കുകയായിരുന്നു. ഈ ഫോൺ പോലും എടുക്കാതെ നീ ഇന്നലെ എവിടെയായിരുന്നു? എന്തായാലും നിന്റെ വീട് പൂട്ടിക്കിടക്കുന്നത് കണ്ടതുകൊണ്ട് നീ അവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല. നീ എവിടെ പോയിരിക്കുകയായിരുന്നു എന്ന് വിക്രത്തോട് ചോദിക്കുന്നു. അവർ അത്രയും ചോദിച്ചിട്ടും പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയാൻ കൂട്ടാക്കാതെ വിക്രം തൻ്റെ വണ്ടി എവിടെ എന്ന് ചോദിച്ച് അവിടെ നിന്ന് മാറുന്നു. പോകാൻ തുടങ്ങുന്ന വിക്രത്തോട്, നീ അതിന് ഇപ്പോഴെങ്ങോട്ടാണ് പോകുന്നതെന്ന് അവർ വീണ്ടും ചോദിക്കുന്നു. മാത്രമല്ല, ശ്രീനിസാർ നിന്നെ അന്വേഷിച്ച് ആളെ വിട്ടിരുന്നു എന്ന് അവർ പറയുന്നു. മാത്രമല്ല, നീ എവിടെ ഉണ്ടെങ്കിലും നിന്നെ കാണണമെന്ന് അദ്ദേഹം അറിയിച്ചത് കൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഞാൻ നിന്റെ വീടിൻ്റെ പരിസരത്ത് മുഴുവൻ വന്നു നോക്കിയതെന്ന് അതിലൊരാൾ പറയുന്നു. തങ്ങൾക്ക് പ്രത്യേകിച്ച് മറുപടിയൊന്നും പറയാതെ പോകുന്ന വിക്രമിന് ഇത് എന്തായിരിക്കും പറ്റിയതെന്ന് ആലോചിച്ച് കൂട്ടുകാർ അവിടെ തന്നെ നിൽക്കുന്നു. തുടർന്ന് വിക്രം തൻ്റെ ബൈക്ക് എടുത്ത് അവിടെ നിന്നും പോവുകയാണ്. വഴിയിൽ വെച്ച് വിക്രം രാധയെ കാണുന്നു. രാധയെ കണ്ടയുടൻ എന്താ ഇവിടെ എന്ന് അവളോട് ചോദിക്കുന്നു. അപ്പോൾ രാധ, ഓട്ടോ പിന്നെ കടലിൽ ഓടിക്കാനുള്ളതല്ലോ എന്ന് വിക്രത്തോട് ദേഷ്യത്തിൽ പറയുന്നു. ഞാനതല്ല, എന്നെ എന്തിനാണ് തടഞ്ഞു നിർത്തിയതെന്നാണ് ഞാൻ ചോദിച്ചതെന്ന് വിക്രം പറയുന്നു. ഞാൻ മരിച്ചിട്ടില്ലെന്ന് എനിക്കൊന്ന് അറിയിക്കണമെന്ന് തോന്നി, അതുകൊണ്ടാണ് താൻ ഇവിടെ വന്നതെന്ന് രാധ പറയുന്നു. ആരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സ്വീകരിക്കാനും ഉപേക്ഷിക്കാനും കഴിയുന്നവനാണ് നിങ്ങളെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എന്താണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്നാണ് വിക്രത്തിൻ്റെ മറുപടി. ഇങ്ങനെ ഒന്നും അറിയില്ലെന്ന് എൻ്റെ മുമ്പിൽ നടിച്ചോളൂ, പക്ഷേ ഇനി ഒരിക്കൽ പോലും വേദയുമായി യാതൊരു ബന്ധവുമില്ലെന്ന് എന്നോട് കളവ് പറയരുത്. ഇത് കേട്ടിട്ട് അതിയായ ദേഷ്യം വന്ന വിക്രം ബൈക്കിൽ നിന്ന് ചാടിയിറങ്ങുന്നു. എന്നിട്ട് രാധയുടെ നേർക്ക്, നീ ആരാടി? കുറേ നാളായി ഞാൻ നിന്നെ സഹിക്കുന്നു. പല പ്രാവശ്യം ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്, എനിക്ക് നീയുമായി യാതൊരു ബന്ധവുമില്ല എന്ന്. അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അത് കുട്ടിക്കാലത്തെ വെറും ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ്. പക്ഷേ അതിൻ്റെ പേരിൽ നീ എന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ നോക്കരുത്. ഇത് കേട്ട് വളരെ വിഷമത്തോടു കൂടി രാധ, ഞാനപ്പോൾ നിങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ നോക്കുകയായിരുന്നു അല്ലേ? അന്ന് ചോര വാർന്ന് അപകടത്തിൽ കിടന്ന വിക്രമേട്ടനെ ആശുപത്രിയിൽ വെച്ച് രക്ഷിച്ചതും എക്സ്പ്ലോയിറ്റ് ചെയ്യുകയായിരുന്നു അല്ലേ? പെണ്ണുകേസിൽപ്പെട്ട് ആരും പുറത്തിറക്കാനില്ലാതെ ജയിലിൽ പോകാനിരുന്ന വിക്രമേട്ടനെ വക്കീലിനെ വെച്ച് പുറത്തിറക്കിയപ്പോൾ അപ്പോഴും ഞാൻ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയായിരുന്നു അല്ലേ? ഇത് കേട്ട വിക്രം, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഇതെല്ലാം കേട്ട രാധ, ഇന്നലെ വീടും പൂട്ടിയിട്ട് ഫോണും ഓഫ് ചെയ്ത് വെച്ചിട്ട് അവളോടൊപ്പം നിങ്ങൾ വീട്ടിൽ കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്ത് നെട്ടോട്ടം ഓടുകയായിരുന്നു. എനിക്കുണ്ടായിരുന്ന ഒരേ ഒരു ജീവിതമാർഗമായിരുന്ന ഓട്ടോ ഫിനാൻസുകാർ കൊണ്ടുപോയി. ഇക്കാര്യം പറയാൻ ഞാൻ എത്ര തവണ നിങ്ങളെ വിളിച്ചു എന്നറിയുമോ?
അപ്പോൾ വിക്രം, എൻ്റെ ഫോൺ ഓഫായിരുന്നു. അവളുമായുള്ള സഹവാസം കാരണം നുണ പറയാനും പഠിച്ചു അല്ലേ എന്ന് രാധ വിക്രത്തോട്. മാത്രമല്ല, നന്ദിനിയേട്ടത്തിൻ്റെ വീട്ടിൽ നിന്ന് അവരെല്ലാവരും തിരിച്ചെത്തിയപ്പോൾ നിങ്ങൾ അവളെയും കോരിയെടുത്ത് വട്ടം കറങ്ങുകയായിരുന്നുവെന്ന് താൻ അറിഞ്ഞു എന്ന് രാധ വിക്രത്തോട് പറയുന്നു. ഇത് കേട്ട് ഒന്ന് പരിങ്ങി വിക്രം, രാധേ, നീ സിറ്റുവേഷൻ അറിയാതെ സംസാരിക്കരുതേ. എന്ത് സിറ്റുവേഷനാണ് വിക്രമേട്ട? അടച്ചിട്ട വീട്ടിൽ അവളെയും കോരിയെടുത്ത് വട്ടം കറങ്ങുന്നതാണോ? അതിന് വേറെ ഒരു സിറ്റുവേഷനും ഇല്ല എന്ന് രാധ പറയുന്നു. ഇത് കേട്ട് ദേഷ്യം വന്ന വിക്രം, അതെ, ഞാൻ ഇന്നലെ അവളെയും കോരിയെടുത്ത് ഡ്യുവറ്റ് പാടുകയായിരുന്നു. ഞാനങ്ങനെ പലതും ചെയ്യും, അത് എൻ്റെ ഇഷ്ടം. നീ ആരാടി ഇതൊക്കെ അന്വേഷിക്കാൻ? അവൾ എൻ്റെ ഭാര്യയാണ്. അവളെയും കൊണ്ട് ഞാൻ അടച്ചിട്ട വീട്ടിലോ തുറസായ സ്ഥലത്തോ പോയിരിക്കും. അത് എൻ്റെ ഇഷ്ടമാണ്. അത് ചോദ്യം ചെയ്യാൻ നിനക്ക് ഒരധികാരവുമില്ല. നിനക്ക് ചെലവായ നിന്റെ പണം വേണമെങ്കിൽ നീ അത് പറയണം. മാത്രമല്ല, ഇമാതിരി കണ്ണീർ ഡ്രാമയുമായി മേലാൽ എന്നെ റോഡിൽ തടയാൻ നിൽക്കരുതെന്ന് വിക്രം കൂട്ടിച്ചേർക്കുന്നു. ഇത് കേട്ട് വിഷമത്തോടെ രാധ, ഓഹോ, അങ്ങനെയാണോ നിങ്ങൾ എന്നെ മനസ്സിലാക്കിയത്? ആർക്ക് വേണം നിങ്ങളുടെ പണം? നീ ആ കാശുമായി എൻ്റെ അടുത്തേക്ക് വന്നാൽ ഞാൻ മുഖത്ത് വലിച്ചെറിയും. എനിക്കറിയാവുന്നൊരു വിക്രം സുധാകരൻ ഉണ്ടായിരുന്നു. അയാൾക്കു വേണ്ടിയാണ് താൻ ഇതെല്ലാം ചെയ്തതെന്ന് രാധ പറയുന്നു. അല്ലാതെ ഇപ്പോൾ എൻ്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്ന വിക്രത്തിന് വേണ്ടിയല്ല. മാത്രമല്ല, ഒരാളുടെ ഫീലിങ്സ് വെച്ച് ഇങ്ങനെ കളിക്കരുത്. അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ഒരിക്കലും താങ്ങാൻ പറ്റുന്നതായിരിക്കത്തില്ല. ഇത്രയും പറഞ്ഞ് ദേഷ്യത്തോടെ രാധ അവിടെ നിന്നും ഓട്ടോ എടുത്ത് മടങ്ങുന്നു. ഇപ്പോൾ വിക്രത്തിൻ്റെ മുറിയിൽ വിശ്രമിക്കുകയാണ് വേദ. അപ്പോൾ അതാ കമല അവിടേക്ക് കടന്നു ചെല്ലുന്നു. അമ്മയെ കണ്ടയുടൻ തന്നെ വേദ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുന്നു. കമല വേദയോട്, ശരിക്കും കാലിന് ഇപ്പോഴും വേദനയുണ്ടോ മോളെ എന്ന് ചോദിക്കുന്നു. താൻ ഇന്നലെ വിക്രത്തിനെ ഓരോന്ന് പറഞ്ഞ് ദേഷ്യം പിടിപ്പിച്ചതാണ്. തന്നെ അടിക്കാൻ വന്നപ്പോൾ ഞാൻ ഓടി. അപ്പോഴാണ് കാല് തട്ടി വീണതെന്ന് അമ്മയോട് പറയുന്നു. ഇത് കേട്ടിട്ട് അമ്മ, അവൻ അടിക്കാൻ വന്നോ? അപ്പോൾ വേദ, ഇല്ലമ്മേ, അങ്ങനെ സീരിയസ് ആയിട്ടല്ല, വെറുതെ തമാശയ്ക്ക്. ഇത് കേട്ട അമ്മ, തങ്ങളെല്ലാവരും ഇന്നലെ വന്ന സമയത്ത് നിന്നെയും തൂക്കിയെടുത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ നിങ്ങൾ തമ്മിലുള്ള എല്ലാ പ്രശ്നവും തീർന്നെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇത് കേട്ട വേദ, അതിന് ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ എന്ന് അമ്മയോട് ചോദിക്കുന്നു. എന്നാലും സാധാരണഗതിയിലുള്ള ഒരു അടുപ്പം നിങ്ങൾ തമ്മിലില്ലോ എന്ന് അമ്മ ചോദിക്കുന്നു. ഇത് കേട്ട വേദ, അതിന് ഇപ്പോഴും അങ്ങനെയൊന്നുമില്ലല്ലോ എന്ന് അമ്മയോട് പറയുന്നു. മാത്രമല്ല, സാധാരണഗതിയിലുള്ളൊരു ദാമ്പത്യമല്ലല്ലോ ഞങ്ങൾ തമ്മിൽ. ചിലപ്പോൾ അതുകൊണ്ടാവാമെന്ന് വേദ മറുപടി പറയുന്നു. മാത്രമല്ല, മുറി പൊട്ടി കിടക്കുന്നത് കണ്ടപ്പോൾ ഇന്നലെ നിങ്ങൾ അകത്തുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് അമ്മ പറയുന്നു. ഞങ്ങൾ അകത്തുണ്ടെന്ന് ഓർക്കാതെ അച്ഛൻ 2 വാതിലും പൂട്ടിപ്പോകുമെന്ന് ഞാനും ഓർത്തില്ല എന്ന് വേദ പറയുന്നു. ഇതും പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേക്കാൻ ശ്രമിച്ചപ്പോൾ വീണ്ടും കാലിന് അതിയായ വേദന. അത് കണ്ടിട്ട് അമ്മ, ഇപ്പോഴും നല്ല വേദനയുണ്ടോ മോളെ എന്ന് വേദയോട് ചോദിക്കുന്നു. പൊട്ടലെങ്ങാനും ഉണ്ടായി കാണുമോ അമ്മയെന്ന് വേദ അമ്മയോട് ചോദിക്കുന്നു. അപ്പോൾ അമ്മ, ഇല്ല മോളെ, ഇത് പിടഞ്ഞതാണ്. തൈലം പുരട്ടി കഴിയുമ്പോൾ എല്ലാം ശരിയാകും. മാത്രമല്ല, ഞാൻ തൈലം എടുത്തു വരാമെന്നും പറഞ്ഞ് അമ്മ അവിടെ നിന്ന് മടങ്ങുന്നു. പോകാനായി നടന്നു നീങ്ങിയിട്ട് വീണ്ടും തിരിഞ്ഞ് വേദയോട്, മോളെ, നീ എന്തിനാണ് ഇവിടെ കിടക്കുന്നത്? വാ മോളെ, നമ്മൾക്ക് അകത്ത് പോയി കിടക്കാം. അമ്മ വിളിച്ചിട്ടും താൻ ഇവിടെ തന്നെ കിടന്നോളാം എന്ന് പറഞ്ഞ് വേദ വിക്രത്തിൻ്റെ മുറിയിൽ തന്നെ കിടക്കുന്നു. ഇതിനുശേഷം വേദയുടെ വീടാണ് കാണിക്കുന്നത്. അപ്പോൾ വർഷ ശ്രീകാന്തിന് ചായയുമായി അവിടേക്ക് കടന്നു വരുന്നു. രാവിലെ തന്നെ നല്ല പണിയിലാണല്ലോ. ഇത് കേട്ട ശ്രീകാന്ത്, കമ്പനിയുടെ GST റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ട സമയമായില്ലേ, അതാണ് താൻ ചെയ്യുന്നത് എന്ന് പറയുന്നു. വർഷയുടെ മട്ടും ഭാവവും കണ്ട ശ്രീകാന്ത്, എന്തോ കാര്യം സാധിക്കാനുണ്ടല്ലോ എന്ന് പറയുന്നു. അത് ശരി, എങ്കിൽ ഞാനങ്ങ് പോയേക്കാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു. ഹേയ്, നീ ഇരിക്ക്, നീ എന്തായാലും പറയാൻ വന്നത് എന്താണെന്ന് പറയൂ എന്ന് വർഷയോട് പറയുന്നു. അപ്പോൾ വർഷ, ഞാൻ പറയാൻ വന്നത് അത്ര സുഖമുള്ള കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ എൻ്റെ ഉള്ളിലെ പേടി ഞാൻ നിങ്ങളോടല്ലാതെ മറ്റാരോട് പറയാനാണ്? മാത്രമല്ല, രാവിലെ മുതൽ മനസ്സിന് ഒരു സുഖവുമില്ല. ശ്രീകാന്ത് എന്താണ് കാര്യമെന്ന് തിരക്കുന്നു. അപ്പോൾ വെളുപ്പം കാലത്ത് താനൊരു സ്വപ്നം കണ്ടെന്ന് വർഷ പറയുന്നു. അപ്പോൾ തന്നെ നിങ്ങളെയും വിളിച്ച് പറയണമെന്ന് തോന്നി. പക്ഷേ നിങ്ങൾ നല്ല ഉറക്കമായിരുന്നു. നീയൊരു സ്വപ്നം കണ്ടതാണോ ഇത്ര വലിയ പ്രശ്നം? നമ്മുടെ അച്ഛൻ മരിച്ചെന്നാണ് താൻ കണ്ടതെന്ന് വർഷ പറയുന്നു. ഇത് കേട്ട് ഞെട്ടിയിരിക്കുകയാണ് ശ്രീകാന്ത്. അതിന് നിന്റെ അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ. അതിന് എൻ്റെ അച്ഛനല്ല, ഇവിടുത്തെ അച്ഛന് അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ലേ? അതിനുശേഷം തൊട്ട് തുടർച്ചയായി താൻ സദ്യ ഉണ്ടെന്ന സ്വപ്നം കാണുന്നുണ്ടെന്ന് വർഷ പറയുന്നു. ഇങ്ങനെ തുടർച്ചയായി അങ്ങനൊരു സ്വപ്നം കണ്ടാൽ അടുത്തത് ആരുടെയെങ്കിലും മരണമാണെന്നാണ് വർഷ പറയുന്നത്. മാത്രമല്ല, അച്ഛൻ മരിച്ചു എന്നുകൂടി കണ്ടപ്പോൾ ഇത്രയും പറഞ്ഞ വർഷയുടെ നേർക്ക് ശ്രീകാന്ത്, എന്താ വർഷ നീ പറയുന്നത്? ആരെപ്പറ്റി ആരോടാണ് നീ പറയുന്നതെന്ന് വല്ല നിശ്ചയവുമുണ്ടോ?
ഇത് കേട്ട് ഒന്ന് പരിങ്ങലോടെ വർഷ, എനിക്കിത് ചെന്ന് നിങ്ങളുടെ അമ്മയുടെ അടുത്ത് പറയാൻ പറ്റുമോ? എങ്കിൽ ശരി, നീ അത് മനസ്സിൽ നിന്ന് വിട്. എന്തായാലും അത് വെറും സ്വപ്നമല്ലേ എന്ന് അവൾക്ക് പറഞ്ഞു മനസ്സിലാക്കുന്നു. അത് ശരിയാണ്, പക്ഷേ എങ്ങാനും അച്ഛന് ശരിക്കും അങ്ങനെ സംഭവിച്ചാലോ? മാത്രമല്ല, രാവിലെ ഞാൻ എൻ്റെ അച്ഛനുമായി സംസാരിച്ചിരുന്നു. അച്ഛൻ കൂടി പറഞ്ഞപ്പോഴാണ് നിങ്ങളോട് ഇക്കാര്യം സൂചിപ്പിക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ വർഷ ശ്രീകാന്തിനോട്, നിങ്ങളുടെ അച്ഛന് 2 തവണ അറ്റാക്ക് വന്നതും കോണിയിൽ നിന്ന് താഴെ വീണതും ആര് കാരണമാണ്? വേദ കാരണമാണുള്ളത് എന്നതിൽ നിങ്ങൾക്ക് വല്ല സംശയവുമുണ്ടോ? ഇത് കേട്ട ശ്രീകാന്ത്, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? അപ്പോൾ വർഷ, അതെ, എല്ലാവർക്കും അറിയാം, പക്ഷേ ആരും തന്നെ അത് പറയില്ല. മാത്രമല്ല, നിങ്ങളുടെ അച്ഛൻ്റെ ആയുസ്സിന് ഒന്നും തന്നെ സംഭവിക്കാതെ 100 വർഷം ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഒരു കരുതൽ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് നല്ലതല്ലേ? ഇത് കേട്ട ശ്രീകാന്ത്, ഡോക്ടറോട് ഞാൻ സംസാരിച്ചതാണ്. വേണ്ട കരുതലും മരുന്നുമെല്ലാം എല്ലാ കാലത്തും ഉണ്ടാകും. അങ്ങനെ നമ്മളുടെ അശ്രദ്ധ കൊണ്ട് അച്ഛന് ഒന്നും സംഭവിക്കില്ല. ഇത് കേട്ട വർഷ, നമ്മൾക്ക് മരുന്നും ശ്രദ്ധയും മാത്രമേ കൊടുക്കാൻ പറ്റൂ. പക്ഷേ സമാധാനത്തിൻ്റെ കാര്യമോ? അതവൾ കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ. അവളെക്കുറിച്ച് ഓരോ നിമിഷവും ഓർത്ത് വിഷമിച്ചും ആ വിക്രത്തിൻ്റെ ഓരോ പ്രവൃത്തിയിലും അപമാനിക്കപ്പെട്ടുമിരിക്കുന്ന ആ മനുഷ്യന് അഥവാ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ മുറ്റത്ത് ആദ്യം അവകാശവാദവുമായി എത്തുന്നത് അവരായിരിക്കുമെന്ന് വർഷ ശ്രീകാന്തിന് പറഞ്ഞു മനസ്സിലാക്കുന്നു. മാത്രമല്ല, നിങ്ങളിങ്ങനെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ ഈ സ്ഥാപനത്തിൻ്റെ തലപ്പത്ത് അവൻ വന്നിരിക്കും. നീ എന്താണ് ഈ പറയുന്നതെന്ന് ശ്രീകാന്ത് വർഷയോട് ചോദിക്കുന്നു. മിക്ക ആളുകളും അവരുടെ മരണത്തിന് മുമ്പായി തന്നെ വിൽപത്രം എഴുതി വെക്കാറുണ്ടെന്നും അങ്ങനെ ചെയ്യുന്നത് നല്ലതല്ലേ എന്നും വർഷ ചോദിക്കുന്നു. ഇത് കേട്ട് ശ്രീകാന്ത്, അതിന് കമ്പനികളെല്ലാം അമ്മയുടെ പേരിലല്ലേ എന്ന് ചോദിക്കുന്നു. ഇത് കേട്ട വർഷ, അതിന് ജോലിയിൽ നിന്ന് പിരിഞ്ഞു കഴിയുമ്പോൾ അച്ഛൻ ആ കമ്പനികളുടെ എല്ലാം അവകാശം ഏറ്റെടുക്കില്ലേ? അതിനുശേഷം അച്ഛൻ 3 മക്കളെയും തുല്യമായാണ് പരിഗണിക്കാൻ പോകുന്നതെങ്കിലോ? അതുകൊണ്ട് തന്നെ ബിസിനസ് കാര്യങ്ങളെല്ലാം ശ്രീയേട്ടനെ ഏൽപ്പിക്കാനായി ഇപ്പോൾ തന്നെ അച്ഛനോട് സംസാരിക്കണം. ഇത് കേട്ടിട്ട് ശ്രീകാന്ത്, അതിന് ഇപ്പോഴും ഞാൻ തന്നെയല്ലേ അതെല്ലാം നോക്കുന്നത്? അപ്പോൾ അങ്ങനെയല്ലെന്നും ഇതെല്ലാം സ്വന്തം പേരിലാക്കിത്തരാൻ പറയണമെന്ന് വർഷ ഉപദേശിക്കുന്നു. അതിന് അച്ഛൻ സമ്മതിക്കുമോ എന്ന് സംശയത്തോടു കൂടി വർഷയോട് ശ്രീകാന്ത് ചോദിക്കുന്നു. അപ്പോൾ വർഷ, അഥവാ അങ്ങനെ സമ്മതിക്കാതിരുന്നാൽ അതിനുള്ളിൽ അച്ഛന് മറ്റെന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കണമെന്ന് പറയുന്നു. ഇതോടുകൂടി 158ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവരും പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ.